ഹായ് ഓൾ, നമ്മളിന്ന് ഫിക്സേറ്റീവ്സ് ഇൻ സൈറ്റോളജി എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സൈറ്റോളജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫിക്സേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഫിക്സേറ്റീവ്, എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് ഫിക്സേറ്റീവിന് വേണ്ടത്, അതേപോലെ ഏതൊക്കെ ഫിക്സേറ്റീവ് നമ്മൾ സൈറ്റോളജി ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ആദ്യം എന്താണ് ഫിക്സേറ്റീവ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫിക്സേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സെല്ലിൻ്റെ മോർഫോളജിക്കൽ അതേപോലെ അനാട്ടമിക്കൽ സ്ട്രക്ചേഴ്സിലൊന്നും യാതൊരു വ്യത്യാസവും വരാതെ അതിൻ്റെ ലൈഫ് ലൈക്ക് മാനറിൽ തന്നെ, അതായത് ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽസിനെയാണ് നമ്മൾ ഫിക്സേറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ലൈഫ് ലൈക്ക് മാനറിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ആക്യുറേറ്റ് സൈറ്റോളജിക്കൽ ഇൻ്റർപ്രിട്ടേഷൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ പ്രോപ്പറായിരിക്കണം. ഒന്നാമത്തതാണ് കളക്ഷൻ, 2 ഫിക്സേഷൻ, 3 സ്റ്റെയിനിങ്, 4 മൗണ്ടിങ്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും അതിൽ ഫിക്സേഷൻ എന്നുള്ള ഒന്ന് വളരെ പ്രോപ്പറായിരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പഠിക്കേണ്ട ഒരു കാര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളൊരു ഫിക്സേറ്റീവ് നമ്മളൊരു സെല്ലിൽ അല്ലെങ്കിൽ ഒരു ടിഷ്യൂലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് 2 കാര്യങ്ങളെയാണ് അവിടെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. ഒന്ന് ഓട്ടോലൈസിസ്, മറ്റൊന്നാണ് പ്യൂട്രിഫാക്ഷൻ എന്ന് പറയുന്നത്. ഓട്ടോലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്യൂട്രിഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ കേട്ടിട്ടുള്ള 2 വാക്കുകളായിരിക്കാം. ഓട്ടോലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസൈമാറ്റിക് ആക്ഷൻ വഴി നമ്മളെ സെല്ലുകൾ ഡാമേജ് സംഭവിക്കുക. അതേപോലെ പ്യൂട്രിഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയൽ ആക്ഷൻ വഴി സെല്ലുകൾക്ക് ഡാമേജ് സംഭവിക്കുക. അപ്പോൾ അതിനെ രണ്ടും പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു നല്ല ഫിക്സേറ്റീവിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. ഡി നോട്ട് എക്സസീവ്ലി സ്വെൽ ഓർ ഷ്രിങ്ക് സെൽ. സെല്ലിനെ ഒരുപാട് വലുതാക്കാനോ അതേപോലെ ചുരുക്കാനോ പാടില്ല. ഓക്കെ. ഡി നോട്ട് ആൾട്ടർ സെല്ലുലാർ കമ്പോണൻസ്. ഒരു സെല്ലിൽ ഒരുപാട് കമ്പോണൻസ് ഉള്ള കാര്യം നമുക്കറിയാം, അതിനെ ഒന്നും ആൾട്ടർ ചെയ്യാൻ പാടില്ല. പിന്നെ അതേപോലെ ഇനാക്ടിവേറ്റ് എൻസൈംസ്, പ്രിവെൻറ്റ് മൈക്രോബിയൽ ഗ്രോത്ത്, ഇംപ്രൂവ് ഡിഫറൻസിയേഷൻ. ഇംപ്രൂവ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം സ്റ്റെയിനൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ന്യൂക്ലിയസിനെ വേറൊരു കളറിലും അതേപോലെ തന്നെ സൈറ്റോപ്ലാസ്റ്റിനെ മറ്റൊരു കളറിലും ആയിരിക്കും കാണുക. അപ്പോൾ അതിനെ ഒന്നും ആൾട്ടർ ചെയ്യാൻ പാടില്ല. കറക്റ്റായിട്ടുള്ള നല്ല ഡിഫറൻസിയേഷൻ തന്നെ കൊടുക്കാൻ ഒരു ഫിക്സേറ്റീവിന് കഴിയണം. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഫിക്സേറ്റീവിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണെങ്കിൽ ഏതൊക്കെ ഫിക്സേറ്റീവ്സ് ആണ് നമ്മൾ സൈറ്റോളജിയിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപാട് ടൈപ്പ് ഫിക്സേറ്റീവ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നാമത്താണ് 95% ഈഥൈൽ ആൽക്കഹോൾ. ഈഥൈൽ ആൽക്കഹോൾ മെയിനായിട്ട് വജൈനൽ, സെർവിക്കൽ, അതേപോലെ എൻഡോമെട്രിയൽ ആസ്പിരേഷൻ, സ്പ്യൂട്ടം സാമ്പിൾസിന് വേണ്ടിയിട്ട്, അതേപോലെ ബോഡി ഫ്ലൂയിഡ്സിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കാറ്. ഇപ്പോൾ നമുക്കൊരു സ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഏകദേശം 15 മിനിറ്റ്സ് 95% ഈഥൈൽ ആൽക്കഹോളിൽ കെപ്റ്റ് ചെയ്യുക, സ്മിയർ, അതിന് ശേഷം സ്റ്റെയിൻ ചെയ്യാം. ഒരു ഐഡിയൽ ആയിട്ട് പറയുകയാണെങ്കിൽ 1 hour കീപ്പ് ചെയ്യണം ഒരു ഐഡിയൽ സ്റ്റെയിനിങ്ങിന് വേണ്ടിയിട്ട് എന്നാണ് പറയാറ്. അപ്പോൾ 1 hourൽ കൂടുതൽ നമ്മൾ ഈ സ്റ്റെയിനിൽ നമ്മുടെ സ്മിയർ വെക്കുകയാണെങ്കിൽ അത് മോർഫോളജിയിലൊക്കെ അൾട്രേഷൻ സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇത്രയാണ് നമുക്ക് 95% ഈഥൈൽ ആൽക്കഹോളിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തതാണ് 95% ഈഥൈൽ ആൽക്കഹോൾ ആൻഡ് ഈതർ. അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര പെനിട്രേറ്റിംഗ് കപ്പാസിറ്റി ആയിരിക്കും. പെനിട്രേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് തുളഞ്ഞു കയറാനുള്ള ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ പെനിട്രേറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ നമ്മൾ ഈതറിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര പെനിട്രേറ്റിംഗ് കപ്പാസിറ്റി ആയിരിക്കും. അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ഫയർ ഹസാർഡ് ഓഫ് ഈതർ. കത്തിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്, തീ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ലൈസൻസ് നമുക്ക് നിർബന്ധമായിരിക്കും. ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ നമുക്ക് ഈതർ കയ്യിൽ വെക്കാനും സൂക്ഷിക്കാനൊക്കെ പാടുള്ളൂ. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കപ്ലിംഗ് ജാറിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓരോരോ ഡിപ്പിന് ശേഷവും അല്ലെങ്കിൽ ഓരോരോ സ്മിയർ അതിൽ ഉപയോഗിച്ച ശേഷവും നമ്മൾ ഒന്ന് അതിനെ ഫിൽട്ടർ ചെയ്യണം, റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരുപാട് സെല്ലുകൾ ഫ്ലോട്ട് ചെയ്ത് എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എല്ലാ ഉപയോഗത്തിന് ശേഷം ഒന്ന് റീയൂസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അടുത്തതാണ് മീഥൈൽ ആൽക്കഹോൾ. മീഥൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിനായിട്ട്
യൂസ്ഡ് വിത്ത് ഈക്വൽ പാർട്സ് ഓഫ് അസറ്റോൺ. അസറ്റോണിൻ്റെ കൂടെയാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ഇവാപ്പറേറ്റ്. എല്ലാ ആൽക്കഹോൾ നോക്കുകയാണെങ്കിൽ അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ പക്ഷേ മീഥൈൽ ആൽക്കഹോളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോവില്ല എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് പുവർ ഡിഫറൻസിയേഷൻ ആൻഡ് സെല്ലുലാർ സ്റ്റെയിനിങ്. അടുത്തതാണ് കോട്ടിംഗ് ഫിക്സേറ്റീവ്സ്. മെയിലിങ്ങിന് വേണ്ടിയിട്ട്, അതായത് നമുക്ക് എവിടേക്കെങ്കിലും നമ്മുടെ സാമ്പിൾ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോട്ടിംഗ് ഫിക്സേറ്റീവ്സ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതൊരു നമ്മുടെ ഫിക്സേറ്റീവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്മിയറിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് നൽകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അത് രണ്ട് ടൈപ്പിലുണ്ട്. ഒന്ന് എയറോസോൾ ടൈപ്പിലുണ്ട്, മറ്റൊന്നാണ് ലിക്വിഡ് ബേസിലും ഉണ്ടായിരിക്കും. എയറോസോൾ ടൈപ്പിലാണെങ്കിൽ നമ്മൾ ഒരു 8 to 10 ഇഞ്ച് ഡിസ്റ്റൻസിൽ വെച്ചിട്ട് അതിലേക്ക് അല്ലെങ്കിൽ സ്മിയറിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുക. അതാണ് എയറോസോൾ എന്ന് പറയുന്നത്. ലിക്വിഡ് ബേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്മിയറിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്, എയറോസോളും ഉണ്ട്, അതേപോലെ ലിക്വിഡ്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളതാണ് പോളി എത്തിലീൻ ഗ്ലൈക്കോൾ അല്ലെങ്കിൽ കാർബോവാക്സ് ഫിക്സേറ്റീവ് എന്ന് പറയുന്നത്. ഏകദേശം അതിൻ്റെ കണ്ടന്റ് ആയിട്ട് പറയുന്നത് 95% ഈഥൈൽ ആൽക്കഹോൾ ഈതർ കാർബോവാക്സ് 1540 ആണ് അതിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് കിട്ടുന്ന കാർബോവാക്സ് ഒരു സോളിഡ് ഫോമിലായിരിക്കും. അതിനെ നമ്മൾ ഒരു 56 ഡിഗ്രി സെൽഷ്യസിൽ ആദ്യം അതിനെ മെൽറ്റ് ചെയ്യിക്കുക അല്ലെങ്കിൽ സോഫ്റ്റൻ ചെയ്യിക്കുക. അതിലേക്ക് എന്നിട്ട് ഈഥൈൽ ആൽക്കഹോളും അതേപോലെ ഈതറും മിക്സ് ചെയ്യുകയാണ് ചെയ്യാറ്. അതിനുശേഷം കുറച്ച് മണിക്കൂർ നമ്മളത് കീപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് കഴിഞ്ഞാൽ, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസിൽ നമ്മളെ സ്മിയർ ആദ്യം നമ്മൾ പ്ലേസ് ചെയ്യുക. അതിൻ്റെ മുകളിലേക്ക് ഒരു 5 to 6 ഡ്രോപ്പ് ഫിക്സേറ്റീവ് ആഡ് ചെയ്യുക. അതിനുശേഷം അലോ ടു ഡ്രൈ. അപ്പോൾ അതാണ് പോളി എത്തിലീൻ ഗ്ലൈക്കോളിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അടുത്തതാണ് ഡയഫൈൻ ഫിക്സേറ്റീവ് എന്ന് പറയുന്നത്. 95% ഈഥൈൽ ആൽക്കഹോൾ 3 പാർട്ട്, ഡയഫൈൻ എന്ന് പറയുന്ന ഒരു റെസിനസ് മീഡിയയാണ്, അത് 2 പാർട്ടും നമ്മൾ എടുക്കുന്നുണ്ട്. അത് രണ്ടും കൂടെ മിക്സ് തറോലി അറ്റ് റൂം ടെമ്പറേച്ചർ. അങ്ങനെയാണത് പ്രിപ്പയർ ചെയ്യുന്നത്. 5 to 6 ഡ്രോപ്പ് പെർ സ്ലൈഡ്. ഒരു 20 to 30 മിനിറ്റ്സ് നമ്മൾ അതിന് ശേഷം വെയിറ്റ് ചെയ്യുക. ഒരു സ്ലൈഡിലേക്ക് 5-6 തുള്ളികൾ നമ്മൾ ആഡ് ചെയ്യുക. അതിലൊരു 20 മുതൽ 30 മിനിറ്റ് വരെ നമ്മൾ കീപ്പ് ചെയ്യാം. ഓക്കെ, ഇനി പ്രോസസ്സിങ്, അതായത് ഇപ്പോൾ കോട്ടിംഗ് ഫിക്സേഷൻ ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ മെയിലിംഗ് ചെയ്ത് സാമ്പിൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരിക്കലും ഈ സ്ലൈഡിന് നേരിട്ട് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ നേരിട്ട് സ്റ്റെയിൻ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്റ്റെയിനിങ് സൊല്യൂഷൻസിനൊക്കെ കണ്ടാമിനേറ്റ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊരു കോട്ടിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ കോട്ടിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 95% ആൽക്കഹോളിൽ കെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അങ്ങനെ അതിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ അതിനെ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ സ്റ്റെയിനിങ് എന്നുള്ള സ്റ്റെപ്പിലേക്ക് കടക്കുക. പിന്നെ മറ്റൊരു ഫിക്സേറ്റീവാണ് കാർണോയിസ് ഫിക്സേറ്റീവ്. സൈറ്റോളജിയിൽ ഉപയോഗിക്കുന്ന മറ്റൊന്നാണ് കാർണോയിസ് ഫിക്സേറ്റീവ് എന്ന് പറഞ്ഞത്. അത് മെയിനായിട്ട് ഹെമറേജിക് ഫ്ലൂയിഡ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറ്. അതിൻ്റെ കണ്ടന്റ് ആയിട്ട് പറയുന്നത് 95% എത്തനോൾ, ക്ലോറോഫോം, ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ്. ഇപ്പോൾ നമ്മൾ ഒരു ബ്ലഡി സ്മിയർ ആണ് കിട്ടുന്നതെങ്കിൽ അതൊരു നമ്മൾ ക്ലീൻ ആയിട്ടുള്ളൊരു സർഫസിൽ വെക്കുക. അതിലേക്ക് 3 to 5 ml നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം ഒരു കുറച്ച് നേരം അത് കീപ്പ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് കളർലെസ്സായി മാറുന്നത്, അതായത് ബ്ലഡ് ഉള്ളതൊക്കെ ഇമലൈസ് ചെയ്തിട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ 95% എത്തനോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇനി മോർ ദാൻ 50 മിനിറ്റ്സ് നമ്മൾ ഇപ്പോൾ 3 to 5 എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതല്ല, ഒരു 50 മിനിറ്റ്സിൻ്റെ മുകളിലൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ന്യൂക്ലിയർ ക്രൊമാറ്റിൻ വിൽ ബി ലോസ്റ്റ്. ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയർ ക്രൊമാറ്റിനൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നമ്മളിത് ഉണ്ടാക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ എപ്പോഴാണോ ഉപയോഗിക്കുന്നത് ആ സമയത്ത് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഫ്രഷ് ആയിട്ട് എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും കാർണോയിസ് ഫിക്സേറ്റീവിൽ വളരെ നന്നാവുക. അടുത്ത ഒരു ഫിക്സേറ്റീവാണ് AAF ഫിക്സേറ്റീവ്. അതിൻ്റെ കണ്ടന്റ് ആയിട്ട് പറയുന്നതാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ, ഫോർമാലിൻ, കോൺസെൻട്രേറ്റ് ആസറ്റിക് ആസിഡ്. AAF അബ്സല്യൂട്ട് ആൽക്കഹോൾ, അസറ്റിക് ആസിഡ്, ഫോർമാലിൻ ഫിക്സേറ്റീവ്. ഓക്കെ, മെയിനായിട്ട് അത് സെൽ ബ്ലോക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് സാക്കോമോണാസ് ഫിക്സേറ്റീവ്. എക്സാംസിനൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് സാക്കോമോണാസ് ഫിക്സേറ്റീവ്സ് എന്ന് പറയുന്നത്. ആൽക്കഹോൾ ആൻഡ് കാർബോവാക്സ് ആണ് അതിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്.
അതിൽ ഉപയോഗിക്കുന്ന കാർബോവാക്സ് സെൽ കൊളാപ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് സെല്ലിൻ്റെ ഉള്ളിലേക്ക് അത് കയറി ഇരുന്നിട്ട് സെൽ കൊളാപ്സ് പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, മെയിൻലി യൂസ്ഡ് ഫോർ പ്രീ ഫിക്സേഷൻ ഓഫ് സ്പ്യൂട്ടം. സ്പ്യൂട്ടം സാമ്പിളിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് സൈക്കോമോണാസ് ഫിക്സേറ്റീവ് ഉപയോഗിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അതർ സൈറ്റ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫ്ലൂയിഡ്സിന് വേണ്ടിയിട്ട് നമുക്ക് സൈക്കോമോണാസ് ഫിക്സേറ്റീവ് ഉപയോഗിക്കാം. സ്പ്യൂട്ടം സാമ്പിളിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫിക്സേറ്റീവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് സൈക്കോമോണാസ് ഫിക്സേറ്റീവ് എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് സൊല്യൂഷൻ ഓഫ് കാർബോവാക്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. 500 ml വാട്ടർ, അല്ലെങ്കിൽ വാട്ടറിൻ്റെ പകരം നമുക്ക് 50% ഈഥൈൽ ആൽക്കഹോൾ 500 ml എടുക്കാം. അതിലേക്ക് 500 ml മെൽറ്റഡ് കാർബോവാക്സ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 56 ഡിഗ്രി സെൽഷ്യസിലൊക്കെ കാർബോവാക്സ് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മെൽറ്റഡ് ആയിരിക്കും. അപ്പോൾ അതും 500 ml വാട്ടറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, വർക്കിംഗ് സൊല്യൂഷനായിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് സ്റ്റോക്ക് സൊല്യൂഷനാണ്. ഇനി എങ്ങനെ വർക്കിംഗ് ഉണ്ടാക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ 434 ml വാട്ടർ, അതേപോലെ 526 95% ഈഥൈൽ ആൽക്കഹോൾ, അതിലേക്ക് 40 ml വർക്കിംഗ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. വർക്കിംഗ് സൊല്യൂഷൻ അല്ല അവിടെ വേണ്ടത്, സ്റ്റോക്ക് സൊല്യൂഷൻ എന്നുള്ളതായിരുന്നു. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് അത് ശരിയാക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അതിനുശേഷം ഉള്ള ഒന്നാണ് ബോയിൻസ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. പിക്രിക് ആസിഡ് 75 ml, ഫോർമാലിൻ 25 ml, ഗ്ലേഷ്യൽ ലാസ്റ്റിക് ആസിഡ് 5 ml ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഇത് മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് റാപ്പിഡ് ആൻഡ് ഈവൻ പെനിട്രേഷൻ ആയിരിക്കും. അതേപോലെ തന്നെ ഫിക്സ് ടിഷ്യൂ ഗീവ് ബ്രില്യൻ സ്റ്റെയിനിങ് വിത്ത് ട്രൈക്രോം മെത്തേഡ്. ഇപ്പോൾ ട്രൈക്രോം സ്റ്റെയിനിങ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് ബോയിൻസ് ഫ്ലൂയിഡ് ഉപയോഗിച്ചാൽ കിട്ടുന്നതായിരിക്കും. മെയിനായിട്ട് ഗ്ലൈക്കോജനൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതേപോലെ GIT ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് ബയോപ്സിക്ക് വേണ്ടിയിട്ടാണൊക്കെ നമ്മൾ ഈ ബോയിൻസ് ഫ്ലൂയിഡ് ഉപയോഗിക്കാറ്. മറ്റ് ഉപയോഗിക്കാവുന്ന ഫിക്സേറ്റീവുകളാണ് 10% ബഫേർഡ് ഫോർമാലിൻ, ഫ്ലെമിങ്സ് ഫ്ലൂയിഡ്, പിക്രിക് ആസിഡ് ഫിക്സേറ്റീവ്സ്, അതേപോലെ ന്യൂട്രൽ ബഫേർഡ് ഫോർമാലിൻ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നത് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സൈറ്റോളജിക്കൽ ഫിക്സേറ്റീവ്സ് എന്നുള്ള ടോപ്പിക്കിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.